സാഹിത്യപ്രേമികൾക്ക് ഇന്ന് ആഘോഷത്തിന്റെ ദിനമാണ്. രാജ്യത്താദ്യമായി ഒരു നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ നടക്കും. തളി കണ്ടംകുളം ജൂബിലി ഹാളിൽ മന്ത്രി MP രാജേഷാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക. ജൂലൈ 1 മുതൽ 5 വരെ പോർച്ചുഗലിലെ ബ്രാഗയിൽ നടക്കുന്ന UN സമ്മേളനത്തിലാണ് യുനെസ്കോയുടെ ഔദ്യോഗിക പദവി കോഴിക്കോടിന് ലഭിക്കുന്നത്. കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനെ ചൊല്ലി വിവാദം കത്തുന്നതിനിടയിലാണ് പ്രഖ്യാപനം വരുന്നത്. സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു. സാനിയോ, വ്യക്തിപരമായും അതോടൊപ്പം തന്നെ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിലും സന്തോഷത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയായിരിക്കുമല്ലോ ഇത്, അല്ലേ സാനിയോ? ഉറപ്പായും അങ്ങനെ തന്നെയാണ് സുജയ. അതായത് ഞാൻ മാത്രമല്ല, പ്രമുഖരായ മഹത് വ്യക്തികളായ ഒരുപാട് പേർ, നമ്മുടെ ബഷീറിനെ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ SK പൊറ്റക്കാടിനെ പോലുള്ള ഒരുപാട് പേരുടെ ആത്മാവ് ഇപ്പോൾ വളരെയധികം സന്തുഷ്ടമായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാഹിത്യ നഗരം പദവിയിലൂടെ ഒരു ലോക ടൂറിസം തന്നെയാണ് കോഴിക്കോട് ലക്ഷ്യം വെക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കോഴിക്കോടിൻ്റെ ആത്മാവിനെ ജീവസുറ്റതാക്കുക എന്നതാണ് യുനെസ്കോ സാഹിത്യ നഗരം പദവിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 4 ഘട്ടമായുള്ള ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പൈതൃക നഗരം ലോകത്തിൻ്റെ പ്രഥമ സ്ഥാനത്തേക്ക് ഉയരും എന്നതാണ് യാഥാർത്ഥ്യം. ബ്രാൻഡിങ്ങിൽ തുടങ്ങി സാഹിത്യ ആവാസ കേന്ദ്ര നിർമ്മിതി അടക്കമാണ് കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നത്. മാനാഞ്ചിറ ബീച്ച്, കുറ്റിച്ചിറ, അതുപോലെ തളി ക്ഷേത്രം എന്നിവയെല്ലാം സാഹിത്യ ആവാസ കേന്ദ്രങ്ങളാകും. അതുപോലെ വിനോദരംഗത്തും സാഹിത്യരംഗത്തുമുള്ള കുതിപ്പിനൊരുങ്ങുകയാണ് കോഴിക്കോട് എന്ന് വേണം പറയാൻ. ഇപ്പോൾ നമുക്കിപ്പം മേയർ ഉണ്ട്. മാഡം, വലിയൊരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് എല്ലാവരും എന്നറിയാം. തീർച്ചയായിട്ടും. എന്ത് തോന്നുന്നു? നമുക്ക് ഈ പറഞ്ഞ പോലെ സന്തോഷം, ഒരു നിറവും, ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ ഇവർക്കൊക്കെ ഇതിലേക്ക് പങ്കാളികളാവാൻ അതിനൊരവസരം ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണമല്ലോ ഇവിടുന്ന് പോകുമ്പോൾ. ഇപ്പം സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക നമ്മൾ, അതിനപ്പുറത്തേക്കുള്ള സാധ്യതകളാണ് ഇതിനുള്ളത്. എത്ര മണിക്കാണ് നമ്മുടെ ഔദ്യോഗിക ചടങ്ങ് തുടങ്ങുന്നത്? 5:30 നമ്മൾ വിചാരിച്ചു. പക്ഷേ മന്ത്രിക്ക് ഇന്ന് ട്രെയിനിലാണ് വരുന്നത്. മന്ത്രി എത്തിയ ഉടനെ പരിപാടി തുടങ്ങും. അല്പസമയം കൂടി വെയിറ്റ് ചെയ്താൽ പരിപാടി തുടങ്ങും. പ്രഗത്ഭരായ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കോഴിക്കോടിന്റെ വേദി എന്ന് വേണം പറയാൻ. എല്ലാവരും ഇവിടെയുണ്ട്. ഏതായാലും പറയുമ്പോൾ സാഹിത്യ നഗരം എന്ന പദവി എന്തുകൊണ്ടും യോജിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെതായ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ട്. എല്ലാവർക്കും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് എന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് സന്തോഷത്തോടെ ഏറ്റു പറയുന്നുണ്ടാകും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സാഹിത്യം, സിനിമ, ഭക്ഷണം, വൈകുന്നേരങ്ങൾ ആസ്വാദ്യകരമാക്കുന്ന ഏറ്റവും നല്ല കടപ്പുറം, അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സ്ഥലത്തിനാണ് ഇങ്ങനെ ഒരു പദവി ലഭിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിവിധ തുറകളിൽപ്പെട്ട ആളുകളിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ലേ? അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. സാനിയോ, തീർച്ചയായും. ഞാനിപ്പോൾ സാഹിത്യ നഗരമാണല്ലോ സ്വാഭാവികമായും. അപ്പോൾ സാഹിത്യകാരി നമുക്കിപ്പോൾ ഉണ്ട്. ടീച്ചറെ നമസ്കാരം. ഈ നഗരത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും ഒരു സാഹിത്യകാരി, ഒരു സാംസ്കാരിക പ്രവർത്തക എന്ന നിലയ്ക്ക് ടീച്ചർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ടല്ലോ. എങ്ങനെ കാണുന്നത്? ഞാനിവിടെ 50 കൊല്ലം തികച്ചുപോയി. എന്നെ സാഹിത്യകാരിയാക്കിയതും ഈ നഗരമാണ്. വളരെ സന്തോഷമുണ്ട്. വലിയ എഴുത്തുകാരിവിടെ ഉണ്ട്. എന്നെപ്പോലെ വന്നുകൂടിയവരാണ് MT പോലുള്ളവരടക്കം, അല്ലേ? ബഷീർ അടക്കം. വളരെ പൈതൃക ചരിത്രമുള്ള നഗരമാണ്. മാപ്പിളപ്പാട്ടിൻ്റെയും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും കുറ്റിച്ചിറ പള്ളി, ഇതെല്ലാം വളരെ സന്തോഷമുണ്ട് അതിനിപ്പോൾ ഇങ്ങനൊരു അംഗീകാരം കിട്ടിയത്. നമുക്കിപ്പം നമസ്കാരം, സുനീത ടീച്ചറുണ്ട്. ടീച്ചറെ നമസ്കാരം. എങ്ങനെ തോന്നുന്നു ഇപ്പോൾ കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുകയാണ്? വളരെ സന്തോഷം, അഭിമാനം. കാരണം കോഴിക്കോടിനെ പോലെ അതിൻ്റെ സിരകളിലെല്ലാം സംഗീതവും സാഹിത്യവും നാടകമുള്ള മറ്റൊരു നഗരമല്ല. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം, അഭിമാനം, അർഹമായ ഒരു സ്ഥാനമാണിത്. പക്ഷേ എങ്ങനെ തോന്നുന്നു ഇപ്പോൾ കോഴിക്കോടിനെ ഒരു സാഹിത്യ സന്തോഷം? പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരൻ എന്ന നിലയിൽ വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇനിയും ആളുകളുണ്ട്. ഗോപി മാഷൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് നോക്കുന്നത്. മുൻ മേയർ MLA ഞാൻ കണ്ടു. MLA കൂടിയായ തോട്ടത്തിൽ രവീന്ദ്രൻ നമുക്കൊപ്പം ഉണ്ട്. രവീന്ദ്രേട്ടാ, എങ്ങനെ തോന്നുന്നു? ഇപ്പം സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുകയാണ്. മേയറായിരുന്നു ഒരുപാട് കാലം താങ്കൾ ഇവിടെ. ഇപ്പോഴെങ്ങനെയാണ് തോന്നുന്നത്? അഭിമാനകരമായ ഒരു നിമിഷങ്ങളാണ് നമുക്ക്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന നിലയിലേക്ക് നമ്മൾ ഉയർന്നു വരികയാണ് നമ്മുടെ നഗരം. സന്തോഷം ചെറുതല്ല.
സ്വാഭാവികമല്ലേ. ഗോപിമാഷുണ്ട്, ഞാൻ അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. ഗോപിമാഷെ, എങ്ങനെ തോന്നുന്നു ഇപ്പോൾ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുകയാണ് കോഴിക്കോടിനെ? എങ്ങനെയാണ് അതിന് ഒരു സന്തോഷം എങ്ങനെയാണ് ഞങ്ങളായി പങ്കുവെക്കുക? എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ കൂടി ജീവിക്കുന്ന ഒരു നഗരം ഇങ്ങനെ ബഹുമാനിക്കപ്പെടുകയല്ലേ, അതും ഭാഷയുടെ പേരിൽ, സാഹിത്യത്തിൻ്റെ പേരിൽ, കലയുടെ പേരിൽ. ഈ നഗരത്തിൽ ഏതൊരു സന്ധ്യയ്ക്കും പറയാനുള്ള കഥ കലാപരമായിട്ടാണ് അല്ലേ. ഇവിടെ നാടകമില്ലാത്ത, പ്രസംഗമില്ലാത്ത, അഭിനയമില്ലാത്ത, കളികളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. എല്ലാ സന്ധ്യകളിലും എപ്പോഴും മലയാള ഭാഷയിൽ സാഹിത്യം. തീർച്ചയായും ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി നടത്തുന്നതിനായുള്ള കാത്തിരിപ്പാണ്. മന്ത്രി എം പി രാജേഷാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക. പരിപാടികൾ അവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് തത്സമയം അതിലേക്ക് വീണ്ടും എത്താം. സാനിയോ മനോമിയാണ് നമുക്ക് ഒപ്പം സാഹിത്യകാരുടെയും കോഴിക്കോട്ടുകാരുടെയും ഒക്കെ പ്രതികരണങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പഴയ കാലം തൊട്ട് പല കഥകളിലൂടെ നേരിട്ടുമൊക്കെ നമ്മൾ അറിഞ്ഞ നഗരമാണ്. ആ നഗരം സാഹിത്യ നഗരമായി മാറുമ്പോൾ, നമ്മുടെ കോഴിക്കോട് സാഹിത്യ നഗരമായി മാറുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെയാണ്, വേറെ ഒരു ലെവലാണ്.